ഹായ് ഫ്രണ്ട്സ്, എന്തെല്ലാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ പോണ്ടി ബസാറിന് കുറച്ച് ടോപ്സ് എടുത്തിനെന്ന്. ആ ടോപ്സാണ് ഇതൊക്കെ കേട്ടോ. ഇതൊന്നാണ് ഞാൻ ഇട്ടത്, ഒന്ന്. അങ്ങനെ 4 ടോപ്സാണ് നമ്മൾ എടുത്തത്. ഈ ബ്ലാക്ക് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചെടുത്തതാണ്. അതിൻ്റെ അവസ്ഥ നോക്കിയാൽ ഞാനൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ മങ്ങി ഒരുമാതിരി വൃത്തികേടായി കേട്ടോ. അത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെയുള്ളത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ, പക്ഷേ ഇതെനിക്ക് ടൈറ്റാണ് ഗൈസ്. ഞാൻ മെലിഞ്ഞാലിടാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഇട്ട ഡ്രസ്സ് അടിപൊളിയല്ലേ. ഇതാ ഞാൻ നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ വൈറ്റ്, നല്ല ഭംഗിയില്ലേ. ഇത് ഗ്രീനും എനിക്ക് ഓക്കെയാണ്. ഗ്രീനും വൈറ്റ് ഒന്നും കളർ പോയിട്ടില്ല. ഞാൻ 4ഉം വാഷ് ചെയ്തു. ഇത് 4 ഞാൻ ഇട്ടതും അടിപൊളിയാണ്, അതും കളർ പോയിട്ടില്ല. പക്ഷേ എൻ്റെ മോളെ ആ ബ്ലാക്ക് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പം തന്നെ എടുത്തു വെച്ചതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ബ്ലാക്ക് ഒരു വാഷിങ്ങിനാണ്. ഇതാ കളർ പോയ പോക്ക് നോക്ക്. അതിൻ്റെ താഴെയിലെ ലേസും എല്ലാം കളർ പോയിന്. ഇത് ഞാനൊരു 300 റുപ്പീസിനാണ്, ഒരു ടോപ്പിന് 300 ആണ്. അങ്ങനെ അവിടെ കുറേ ടോപ്സ് ഉണ്ടായിരുന്നു, 100 കണക്കിന് ടോപ്സ് ഉണ്ടായിരുന്നു. പോണ്ടി ബസാറിൽ ആ ഒരു റോഡ് സൈഡ് തന്നെ വിൽക്കുന്നുണ്ടായത്, ഒരു ഷോപ്പിൻ്റെ മുൻപിൽ. എന്താ പറയുക, എനിക്ക് ഒന്ന് ചെറിയ പൈസക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ വിൽക്കുന്നുണ്ടായത്. പക്ഷേ ഓൺലൈനിൽ ഇത്രയും റേറ്റില്ല ഇങ്ങനത്തെ ടോപ്സിനൊക്കെ. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ടോപ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക കേട്ടോ, കാരണം കളർ പോയ പോക്ക് കാണുന്നില്ലേ. അങ്ങനെ ഞാൻ വാങ്ങിയ ചപ്പലാണ് ഇത്. സുഡിയോണാണ് എടുത്തത്. കുറച്ചൊരു സാരിക്കെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു ചെരുപ്പ് വേണം, അതും ബാക്കിൽ കെട്ടാൻ പറ്റാത്തത്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്നൊക്കെ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ കാലൊക്കെ പൊന്തിച്ച് ബാക്ക് സ്ട്രാപ്പൊക്കെ അയക്കാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇങ്ങനത്തെ ചെരുപ്പ് വാങ്ങാം. അങ്ങനെയാണ് ഈ ചെരുപ്പ് വാങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.